ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ FC ബാഴ്സലോണ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന താരം അത് ഹൂലിയൻ ആൽവരസ് ആണ്. അദ്ദേഹത്തിന് വേണ്ടി അത്ലറ്റിക്കോക്ക് FC ബാഴ്സലോണ ഓഫർ നൽകിയിട്ടുണ്ട്. പക്ഷേ അത്ലറ്റിക്കോ ഇതുവരെ ആ ഓഫർ പരിഗണിച്ചിട്ടില്ല. നമുക്കറിയാം, അത്ലറ്റിക്കോയും ബാഴ്സയും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രൂപത്തിൽ അല്ല ഉള്ളത്. ഹൂലിയനെ ബാഴ്സക്ക് വിട്ടു നൽകില്ല എന്ന നിലപാടിൽ നിന്നും അത്ലറ്റിക്കോ ഇപ്പോഴും പിന്മാറിയിട്ടില്ല. പക്ഷേ ബാഴ്സ ശ്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. പുതിയ ഒരു ഓഫർ കൂടി താരത്തിന് വേണ്ടി നൽകാനുള്ള ഒരുക്കത്തിലാണ് ബാഴ്സലോണയുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 130 മില്യൺ യൂറോയോളം താരത്തിന് വേണ്ടി ചിലവഴിക്കാൻ FC ബാഴ്സലോണ ഒരുക്കമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ അത്ലറ്റിക്കോ ഇപ്പോൾ ഒരടി പോലും പിന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൂലിയനെ കിട്ടുമോ എന്ന കാര്യത്തിൽ ബാഴ്സക്ക് വലിയ സംശയങ്ങളുണ്ട്. വരുന്ന സീസണിൽ എന്തായാലും നല്ല ഒരു സ്ട്രൈക്കറെ ഇപ്പോൾ ബാഴ്സലോണക്ക് ആവശ്യമാണ്. ലെവൻഡോസ്കി ക്ലബ്ബ് വിട്ടു കഴിഞ്ഞു. കൂടാതെ ഫെറാൻ ടോറസ് കൂടി ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സ്ട്രൈക്കറെ ബാഴ്സക്ക് ആവശ്യമാണ്. ഇപ്പോൾ ബാഴ്സലോണ പ്ലാൻ ബി തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് ഫാബ്രിസിയോ റൊമാനോ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ഹൂലിയൻ ആൽവരസിനെ കിട്ടിയിട്ടില്ലെങ്കിൽ ബേൺമൗത്തിന്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ എലി ജൂനിയർ ക്രൂപ്പിയെ കൊണ്ടുവരാനാണ് ബാഴ്സ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ക്രൂപ്പിയുടെ ക്യാമ്പുമായി ബാഴ്സലോണയുടെ പ്രതിനിധികൾ സംസാരിച്ചിട്ടുണ്ട്. ഈ താരത്തെ കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹൂലിയനെ കിട്ടിയില്ലെങ്കിൽ ക്രൂപ്പിയെ കൊണ്ടുവരാനാണ് ബാഴ്സയുടെ ഒരു പദ്ധതി. അതേസമയം അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ബേൺമൗത്ത് താരത്തെ അങ്ങനെയൊന്നും കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് വിൽക്കാൻ പ്ലാനുകൾ ഇല്ല. ഇനിയിപ്പോൾ വിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു 130 മില്യൺ യൂറോ എങ്കിലും താരത്തിന് വേണ്ടി ബേൺമൗത്ത് ആവശ്യപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ. അത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാക്കില്ല എന്നുള്ളതാണ്. കേവലം 20 വയസ്സ് മാത്രമുള്ള ഫ്രഞ്ച് താരമാണ് ജൂനിയർ ക്രൂപ്പി. കഴിഞ്ഞ പ്രീമിയർ ലീഗിൽ 13 ഗോളുകൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. വലിയൊരു ഭാവി വാഗ്ദാനമായിക്കൊണ്ടാണ്, ഒരു സൂപ്പർ സ്റ്റാർ ആയിക്കൊണ്ടാണ് പലരും ഇദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ഫ്രാൻസിന്റെ അണ്ടർ-21 ടീമിന് വേണ്ടിയൊക്കെ ഇദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ക്രൂപ്പിക്ക് വേണ്ടി ഇത്രയും വലിയ തുകയൊക്കെ മുടക്കാൻ ബാഴ്സ തയ്യാറാകുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ബാഴ്സലോണ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.